നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഭംഗിയില്ലാന്ന് തോന്നിയിട്ടുണ്ടോ? നിങ്ങൾക്ക് കഴിവില്ല, നിങ്ങൾ ഒന്നിനും കൊള്ളത്തില്ല, ഞാൻ എന്ത് ചെയ്താലും നന്നാവില്ല, അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ? ഈ വോയിസ് എവിടുന്നാ വരുന്നതെന്ന് നിങ്ങൾക്കറിയാവോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ വരുന്ന ഈ തോട്ട്സ് ഒന്നും സത്യമല്ല. നമ്മൾ വളർന്നു വരുന്ന സമയത്ത് നമ്മുടെ ചുറ്റുമുള്ളവരെ അറിഞ്ഞോ അറിയാതെയൊക്കെ അവരുടെ അറിവില്ലായ്മ കൊണ്ടും ഇൻസെക്യൂരിറ്റി എന്നൊക്കെ അവർ നമുക്ക് ഓരോ കമൻസും ഓരോ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ടാവും. അതൊക്കെ കുട്ടികളായിരിക്കുന്ന സമയത്ത് നമ്മൾ പോലും അറിയാം, നമ്മൾ അബ്സോർവ് ചെയ്തെടുത്തിട്ടുണ്ടാവും. അതൊക്കെ പിന്നെ പതുക്കെ നമ്മുടെ തന്നെ ഒരു മൈൻഡ് വോയിസ് ആയി മാറിയിട്ടുണ്ടാവും, നമ്മൾ പോലും അറിയാതെ. പിന്നെ നമ്മളെ തന്നെ പിന്നോട്ട് വലിക്കാൻ തുടങ്ങും. നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടാവും, പക്ഷെ നമ്മൾ തന്നെ ഇങ്ങനെ ബാക്കോട്ടേക്ക് പോകും. സോ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവർ പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങളൊന്നും ക്യാരി ചെയ്തിട്ട് നിങ്ങൾ ബ്യൂട്ടിഫുൾ അല്ല, നിങ്ങൾക്ക് കഴിവില്ല എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ലൈഫ് ജീവിക്കാതെ ഇരിക്കരുത്. എൻ്റെ ലൈഫിൽ ഒരുപാട് വർഷം ഞാൻ ഹൈഡ് ചെയ്തിരുന്നിട്ടുള്ള ഒരാളാണ്. എനിക്ക് സ്റ്റേജ് ഭയങ്കര ഇഷ്ടമായിരുന്നു, പാട്ട് പാടാനും സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു. പക്ഷെ ഒരു ടീനേജ് കാലഘട്ടം മുതൽ ഞാൻ ബാക്കോട്ടേക്ക് പോകാൻ തുടങ്ങി, എല്ലായിടത്തു നിന്ന് ഹൈഡ് ചെയ്യാൻ തുടങ്ങി. ഈ ഒരു റൂമായിരുന്നു എൻ്റെ ഒരു കംഫർട്ട് സ്പേസ്. ആരെയും കാണുന്നത് ഇഷ്ടമല്ല, ഒരു കടയിൽ പോകുന്നത് ഇഷ്ടമല്ല, ഒരു പുതിയ ഡ്രസ്സ് ഇടുന്നത് ഇഷ്ടമല്ല, എനിക്ക് ഒരു ഫോട്ടോ പോലും എടുക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു 5-6 വർഷം ഞാൻ അങ്ങനെയാണ് ജീവിച്ചത്. പക്ഷെ ഞാൻ എൻ്റെ അടുത്ത് തന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, നീ എന്തിനാണ് ഇങ്ങനെ ഹൈഡ് ചെയ്ത് ജീവിക്കുന്നത്? ആകെ ഒരു ലൈഫല്ലേ ഉള്ളൂ, നീ എന്തിനാണ് മറ്റുള്ളവരുടെ എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യാൻ നോക്കുന്നത്? നീ എങ്ങനെയാണോ അങ്ങനെ നിന്നെ അക്സെപ്റ്റ് ചെയ്യേ എന്നൊക്കെ ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞ്, എനിക്ക് ഉള്ളിൽ കുറേ വർഷമായിട്ട് എനിക്ക് ഭംഗിയില്ല, അല്ല എനിക്ക് കഴിവില്ല എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ക്യാരി ചെയ്ത് നടന്നു. ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷെ ഞാനത് ഹീൽ ചെയ്യാൻ തീരുമാനിച്ചു. ഞാൻ വിചാരിച്ചു, ഞാൻ ഇനി ഇത് വിശ്വസിക്കാൻ പോകുന്നില്ല. ഞാൻ എന്നെ സ്നേഹിക്കാൻ തുടങ്ങി, ഞാൻ എങ്ങനെയാണോ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി, എൻ്റെ ഹെൽത്ത് ടേക്ക് കെയർ ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അക്സെപ്റ്റ് ചെയ്യുന്നത് എന്നെയാണ്. സോ എനിക്ക് എല്ലാവരുടെ അടുത്ത് ഷെയർ ചെയ്യാൻ തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ വിശ്വസിക്കുക. നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ എക്സ്പ്രസ് ചെയ്യുക. നിങ്ങൾ ബ്യൂട്ടിഫുൾ ആണ്, നിങ്ങൾ ഇനഫാണ്, നിങ്ങൾ വാല്യൂബിൾ ആണ്, നിങ്ങൾ വേർത്തി ആണ്. നിങ്ങൾ ഒരിക്കലും അത് മറന്നു പോകരുത്. മറ്റുള്ളവരുടെ ഒപ്പീനിയൻസ് അല്ല നിങ്ങൾ. മറ്റുള്ളവരെ നിങ്ങളെ ഡിഫൈൻ ചെയ്യാൻ നിങ്ങൾ സമ്മതിക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കുക. മറ്റാരെയും നമ്മൾ ഉപദ്രവിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മൾ എക്സ്പ്രസ് ചെയ്ത് നമ്മൾ ജീവിക്കുക. നമ്മളെല്ലാവരും ബ്യൂട്ടിഫുൾ ആണ്, നമ്മളുടേതായ രീതിയിൽ ബ്യൂട്ടിഫുൾ ആണ്. നമ്മൾ ഒരു ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സും മീറ്റ് ചെയ്യാൻ ശ്രമിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഇമ്പ്രൂവ് ആവാം, നമുക്ക് നമ്മുടെ സ്കിന്നെ ടേക്ക് കെയർ ചെയ്യാം, നമ്മൾ നല്ല രീതിയിൽ ഡയറ്റ് എടുക്കാം, നല്ല പ്രോപ്പറായി ഫുഡ് കഴിക്കാം, ഉറങ്ങാം, നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷെ നമ്മൾ ഒരിക്കലും നമ്മളെ ഹെയ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മളെ ഹൈഡ് ചെയ്ത് വെക്കേണ്ട കാര്യമില്ല. എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, നിങ്ങളുടെ ഉള്ളിലുള്ള വോയിസ് പലതും നിങ്ങളുടേതല്ല, നിങ്ങളുടെ ചുറ്റുമുള്ളവരെ അറിഞ്ഞു അറിയാതൊക്കെ നിങ്ങൾക്ക് തന്നതാ. അതൊന്നും ഇനി നിങ്ങൾ വിശ്വസിക്കരുത്. ഇത്ര കാലം നിങ്ങൾ ഈ വോയിസ് ക്യാരി ചെയ്തിട്ടുണ്ടാവും, പക്ഷെ ഇനി നിങ്ങൾ അത് ക്യാരി ചെയ്യേണ്ട കാര്യമില്ല. പുതിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുക. നിങ്ങൾ ബ്യൂട്ടിഫുൾ ആണ്, നിങ്ങൾ വാല്യൂബിൾ ആണ്, നിങ്ങൾ വർത്തി ആണ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ബിലീവ് ഇൻ യുവർ സെൽഫ്.